ഇത് നടക്കില്ല. പ്രവീണിന് വേണ്ടി ധനലക്ഷ്മിയെ വിവാഹം ആലോചിക്കുന്ന കാര്യം സരസ്വതി അമ്മ വഴിയാണ് ശ്രീലതയോട് ചോദിച്ചത്. എന്നാൽ അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവർ തൻ്റെ അനിഷ്ടം അറിയിച്ചു. ഒരിക്കലും അവരുടെ സങ്കല്പത്തിലെ മരുമകൻ പ്രവീണിനെ പോലെ ഒരാൾ ആയിരുന്നില്ല. ജോലിയുണ്ട് എങ്കിൽ പോലും അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ അവനുമായി അടുപ്പത്തിലല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പാർവതിയുടെ പിണങ്ങിപ്പോക്കുമായി ഉണ്ടായ സംസാരത്തിലാണ് വീട്ടുകാരുമായി അവൻ അകന്നത്. നല്ല പയ്യനല്ലേ അവൻ? പണ്ട് മുതൽ ഇവിടെ വരുമ്പോൾ നമ്മൾ അവനെ കാണുന്നതുമല്ലേ? ഒരു സ്വഭാവ ദൂഷ്യവുമില്ല. സരസ്വതി അമ്മ ഒന്നുകൂടി അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ തെല്ലും ഒതുങ്ങിയില്ല. എൻ്റെ മോൾ എങ്ങാനും ഇതറിഞ്ഞ ഈ വീടിന് തീ വയ്ക്കും. അവൾക്കാണെങ്കിൽ ആ ചെക്കനെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അങ്ങനെയുള്ളപ്പോൾ അവന് വേണ്ടി അവളെ വിവാഹം ആലോചിച്ചു എന്നങ്ങാനും അറിഞ്ഞാൽ എന്നെ അവൾ കൊല്ലും. ശ്രീലത പറഞ്ഞു കഴിയുന്നതിനു മുൻപ് തന്നെ ധനലക്ഷ്മി അവരുടെ മുന്നിലെത്തിയിരുന്നു. സാധാരണ കാണുന്നതിലും അല്പം കൂടി ഗൗരവത്തിലായിരുന്നു അവളുടെ മുഖം. എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് മുത്തശ്ശി. എൻ്റെ വിവാഹകാര്യത്തിൽ തൽക്കാലം മറ്റാരുടെയും സമ്മതം ചോദിക്കേണ്ട. പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുറിയിലേക്ക് തന്നെ തിരികെ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു ശ്രീലത. തൻ്റെ മകൾ പ്രവീണുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളി എന്നവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നേർക്കുനേർ നോക്കിയാൽ വഴക്കു കൂടുന്നവരായിരുന്നു പണ്ടു മുതലേ രണ്ടുപേരും. പാർവതിയുമായുള്ള കണ്ണൻ്റെ ഇഷ്ടമറിഞ്ഞ് അത് കൂടിയിട്ടേ ഉള്ളൂ. നീ ഇത് എന്തു ഭാവിച്ചാണ്? നിനക്ക് നല്ലൊരു ബന്ധം ഞങ്ങളെക്കൊണ്ട് കണ്ടെത്തി തരാൻ പറ്റും. നിനക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ ഇതുവരെ വിവാഹം നോക്കി തുടങ്ങാത്തത്? അവളുടെ പിന്നാലെ മുറിയിലേക്ക് ചെന്നുകൊണ്ട് അവർ അരിശത്തോടെ പറഞ്ഞു. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. ഇനിയിപ്പോൾ അമ്മയ്ക്കിത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് വെച്ചോളൂ. പക്ഷേ മറ്റൊരാലോചനയുമായി ഇനി എൻ്റെ മുന്നിലേക്ക് വരരുത്. ശക്തമായി അവൾ പറയുമ്പോൾ തൻ്റെ മകളെ അവർക്കൊട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. താനുമായുള്ള വിവാഹത്തിന് ധനലക്ഷ്മി സമ്മതിച്ചതറിഞ്ഞ് ആകെ കിളിപോയിരിക്കുകയാണ് പ്രവീൺ. കഴിഞ്ഞ തവണ നേരിട്ട് കണ്ടപ്പോൾ അവൾ പറഞ്ഞത് ഇനി തൻ്റെ പരിസരത്ത് കാണുകയാണ് എങ്കിൽ ആളെ വിട്ട് തല്ലിക്കുമെന്നാണ്. ആ ഓർമ്മയിൽ അവനൊന്ന് പകച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഇതുറപ്പായും പ്രതികാരം തന്നെയാകും. നീ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതിനുള്ള വാശിക്ക് നിന്നെ കെട്ടി അവൾ നിന്നോട് പ്രതികാരം ചെയ്യാൻ പോവുകയാവും. വരുൺ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും പ്രവീണിൻ്റെ മുഖം അല്പം കൂടി ചുവന്നു. അത് കണ്ട് വരുണിന് ചിരി പൊട്ടി. എടാ, അവൾ നിന്റെ സ്നേഹം മനസ്സിലാക്കി തന്നെ വിവാഹത്തിന് സമ്മതിച്ചതായിരിക്കും. നിന്നെ ആർക്കാ സ്നേഹിക്കാതിരിക്കാനാവുക? ഇനിയും അവനെ കളിപ്പിക്കാൻ ഇഷ്ടമല്ലാത്തതുപോലെ ഒടുവിൽ വരൻ പറഞ്ഞതും പ്രവീൺ ഒരു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യമാണോ എന്ന് ഒരു ചോദ്യം അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. സത്യമാടാ. വാശിക്ക് അവളൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് എടുത്തുചാട്ടവും ദേഷ്യവും മാത്രമല്ല, ബുദ്ധിയുമുണ്ട്. അത് കേട്ടപ്പോഴാണ് പ്രവീണിന് ആശ്വാസമായത്. പെണ്ണ് കാണലും ഉറപ്പിക്കലും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോഴൊന്നും ധനലക്ഷ്മി അധികം തൻ്റെ മുഖത്തേക്ക് നോക്കാത്തത് അവനിൽ ആശങ്ക നിറച്ചു. എങ്കിലും അതിൻ്റെ പേരിൽ വിവാഹം വേണ്ട എന്ന് വെക്കാനുള്ള മണ്ടത്തരമൊന്നും അവൻ കാണിച്ചില്ല. രാത്രി ഉറങ്ങാനായി മുറിയിലേക്ക് വന്നതാണ് മന്ത്ര. ചെറുതായി വയറ്റിൽ ഒരസ്വസ്ഥത തോന്നിയതും അവൾ അത് തൻ്റെ സംശയമാകുമെന്ന് കരുതി മുന്നിലേക്ക് നടന്നു. കയ്യിലുള്ള വെള്ളം മേശയുടെ പുറത്തേക്ക് വെച്ചുകൊണ്ട് കട്ടിലിലേക്ക് ഇരിക്കുമ്പോൾ വീണ്ടും എന്തോ അസ്വസ്ഥത തോന്നി. അതിൻ്റെ ഫലമായി അവളുടെ മുഖം അല്പം ചുളിഞ്ഞു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് പാർത്തി അകത്തേക്ക് വരുന്നത്. എന്തുപറ്റി? അവൻ ആശങ്കയോടെ ചോദിച്ചു. അവളുടെ ചുളിയുന്ന മുഖത്തിൽ നിന്നും അവളുടെ വേദന അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. വേദന എടുക്കുന്നു. അവളുടെ ആ വാക്കുകൾ കേട്ടതും പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവൻ അവളുമായി ആശുപത്രിയിലേക്ക് പോകാനിറങ്ങി. ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ധനലക്ഷ്മിയാണ് അവരുടെ ഒപ്പം കാറിലേക്ക് കയറിയത്. നിർവികാരമായി നോക്കി നിൽക്കുന്ന സ്നേഹലതയേക്കാൾ എന്തുകൊണ്ടും ഭേദം അവൾ തന്നെയാണ് എന്ന് ആ നിമിഷം അവനും തോന്നിപ്പോയി. തൊട്ടു പിന്നാലെ തന്നെയാണ് വേണിയുടെ അമ്മയും കാറിലേക്ക് കയറിയിരുന്നത്. അവൻ അപ്പോൾ അവരോട് ഒരുപാട് ബഹുമാനം തോന്നിപ്പോയി. അവരുടെ പിന്നാലെ തന്നെ വരുണും പ്രവീണും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു.
അവളെ ലേബർ റൂമിൽ കയറ്റുമ്പോൾ അതുവരെയുള്ള ധൈര്യമെല്ലാം ചോർന്നുപോയ അവസ്ഥയിലായിരുന്നു പാർത്തി. വരുണും പ്രവീണും അപ്പുറവും ഇപ്പുറവും നിന്ന് അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. വരുണിൻ്റെ ഒപ്പമെത്തിയ വേണിയും ധനലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നു. പഴയ ശത്രുത ഇരുവർക്കും ഇല്ലായെങ്കിൽ പോലും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ ഒരു വല്ലായ്മയുണ്ട്. പണ്ട് അന്യോന്യം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണത്. ധനലക്ഷ്മിയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ആകുലത തീർത്തും സത്യസന്ധമായതാണ് എന്ന് തിരിച്ചറിഞ്ഞതും വേണിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇടവിട്ട് വരുന്ന വേദന സഹിക്കാൻ കഴിയാതെ ആയതും മന്ത്ര തൻ്റെ ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് അതിനെ സഹിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ മരിക്കാൻ പോവുകയാണ് എന്നും തനിക്ക് തൻ്റെ കുഞ്ഞിനെയും തൻ്റെ കണ്ണേട്ടനെയും ഇനി കാണാൻ പറ്റില്ല എന്നുമൊക്കെ അവൾ ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. എന്നാൽ അതിനെയെല്ലാം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അടുത്ത ഒരു ശക്തമായ വേദനയ്ക്കും ഉയർന്ന അവളുടെ ഒരു നിലവിളിക്കുമൊപ്പം അവരുടെ പിഞ്ചോമന ലോകം കണ്ടിരുന്നു. പെൺകുഞ്ഞാണ്. ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ആൺകുഞ്ഞാണ് എങ്കിലും പെൺകുഞ്ഞാണ് എങ്കിലും തനിക്ക് ഒരുപോലെ തന്നെയാണ് എന്നവൾ ഓർത്തു. എങ്കിലും എപ്പോഴൊക്കെയോ പാർത്തി ഒരു പെൺകുഞ്ഞിനെയാണ് കൂടുതലായി ആഗ്രഹിക്കുന്നത് എന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അവൻ്റെ ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷമായിരുന്നു അപ്പോൾ അവളിൽ. നഴ്സ് കുഞ്ഞുമായി പുറത്തേക്ക് വരുമ്പോഴേക്കും കസാരയിൽ ഇരിക്കുകയായിരുന്ന ധനലക്ഷ്മിയും വേണിയും ഓടി അവരുടെ അരികിലേക്കെത്തി. പാർത്തിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കവിളിൽ തൊട്ട് ഒന്ന് ഓമനിച്ചുകൊണ്ട് അവർ രണ്ടുപേരും മാറി നിന്നു. മന്ത്രയ്ക്കും കൂടി സുഖമായിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് അവൻ ആശ്വാസമായത്. എന്താ ഇവിടെ? അത്രയും നേരം എല്ലാവരും ടെൻഷനിലായിരുന്നതിനാൽ തന്നെ ധനലക്ഷ്മിയും പ്രവീണും തമ്മിൽ മിണ്ടിയിരുന്നില്ല. കുഞ്ഞിനെ കണ്ട ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ധനലക്ഷ്മിയുടെ ചോദ്യം. ഇതെല്ലാം ഒന്ന് കണ്ടുപഠിക്കാമെന്ന് കരുതി. ഒരു എക്സ്പീരിയൻസ് നല്ലതാണല്ലോ. അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ പല്ല് കടിച്ചുകൊണ്ട് ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തെ കുസൃതി കണ്ടതും അവൾ പെട്ടെന്ന് മുഖം മാറ്റിക്കളയുകയും ചെയ്തു. മുറിയിലേക്ക് മാറ്റിയ അമ്മയെയും കുഞ്ഞിനെയും പാർത്തി കൊതി തീരാതെ നോക്കി. അവരെ എത്രത്തോളം തൻ്റെ കണ്ണിൽ നിറച്ചിട്ടും അവന് തൃപ്തിയാകുന്നുണ്ടായിരുന്നില്ല. മന്ത്ര പ്രസവിച്ചു എന്നും പെൺകുഞ്ഞാണ് എന്നും അറിഞ്ഞതിന് ശേഷമാണ് സരസ്വതി അമ്മ ഉറങ്ങിയത് പോലും. ശാരീരികമായി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ അവർ ആ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് വരുമായിരുന്നു. സൃഷ്ടി. പാർത്തി 3 തവണ കുഞ്ഞിൻ്റെ കാതിൽ പേര് വിളിച്ചു. കരുണാകരൻ്റെയും ഭാര്യയുടെയും സ്വഭാവം നന്നായി അറിയാവുന്നതിനാൽ മന്ത്രയുടെ പ്രസവരക്ഷ ഈശ്വരമഠത്തിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. കുഞ്ഞിൻ്റെ ചരട് കെട്ടും പാർത്തി മന്ത്രയുടെ മുത്തശ്ശിയെ പോയി കൊണ്ടുവന്ന് ആണ് കുഞ്ഞിനെ കാണിച്ചത്. പാർത്തിയെപ്പോലെ തന്നെയുണ്ട് അല്ലേ? പ്രവീൺ പറഞ്ഞതും വരുൺ അവനെ നോക്കി കണ്ണുരുട്ടി. ഈ പോത്തിനെ പോലെയാണോ കുഞ്ഞിരിക്കുന്നത്? അതെന്തൊരു പാവമാണെന്ന് നോക്കിക്കേ. പറഞ്ഞുകൊണ്ട് വരുൺ ഓമനത്തം നിറഞ്ഞ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ബന്ധുക്കളെല്ലാം പോയതിനു ശേഷം അവർ അവിടെ തന്നെ നിന്നു. നിൽക്കണമെന്ന് സരസ്വതി അമ്മ നേരത്തെ അറിയിച്ചിരുന്നു. കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിവാഹം നടത്തിക്കൂടെ? ചോറ് കൊടുക്കുന്നത് വരെ കുഞ്ഞിനെ ക്ഷേത്രത്തിൽ കൊണ്ട് കയറാൻ പാടില്ല. അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്താം. പറഞ്ഞുകൊണ്ട് അവർ പ്രവീണിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ സംശയത്തോടെ മാറി നിൽക്കുന്ന ധനലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. അവളാണെങ്കിൽ ഇത് മറ്റാരുടെയോ കാര്യമാണ് എന്ന മട്ടിലാണ് നിൽപ്പ്. ഇവളിനി നിന്നെ നാണം കെടുത്താൻ വിവാഹ തലേന്ന് ഒറ്റയ്ക്ക് ഒളിച്ചോടിയെങ്ങാനും പോകുമോ? അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ വരുൺ പ്രവീണിൻ്റെ ചെവിയിൽ ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇനി അങ്ങനെ എങ്ങാനും ചെയ്യുമോ? അവന് സംശയമായി. മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കാതട തെണ്ടി. മെല്ലെ അവൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് അവൻ സരസ്വതി അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ അവൻ്റെ ഉത്തരം പ്രതീക്ഷിച്ച് നിൽപ്പാണ്. എനിക്ക് സമ്മതാണ്. എല്ലാവരുടെയും മുഖം തെളിഞ്ഞപ്പോൾ ശ്രീലത മാത്രം മുഖം വീർപ്പിച്ചു നിന്നു. പാർത്തിയേക്കാൾ നല്ലൊരു പയ്യനെ കൊണ്ട് ധനലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. വിവാഹശേഷം അവൾ പ്രവീണിനോടൊപ്പം വാടക വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ അവർക്ക് തലപെരുത്തു. അങ്ങനെ നിന്റെ വിവാഹവും ആയി അല്ലേ അളിയാ? ആ വിവാഹം നടന്നു എന്ന് പറയാം. വരുൺ വീണ്ടും അടുത്തുനിന്ന് ചൊറിയാൻ തുടങ്ങിയതും പ്രവീൺ അവൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു. അതോടെ അവൻ ഡീസൻ്റായി. തൻ്റെ മുറിയിൽ കയറിയ കരുണാകരൻ തുറന്നു കിടക്കുന്ന അലമാരയും അലങ്കോലമായ മുറിയും കണ്ട് ഞെട്ടി.
പ്രവിതയുടെ വിവാഹം ഒരാഴ്ച കഴിഞ്ഞ് നടക്കാനിരുന്നതാണ്. വിവാഹത്തിനാവശ്യമായ സ്വർണങ്ങൾ അലമാരയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈശ്വരമഠത്തിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ട് നേരത്തെ തന്നെ ആഭരണങ്ങൾ വാങ്ങിയിരുന്നതിനാൽ പുറത്ത് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ അത് വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു. അയാളുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. ചതിച്ചോ ഈശ്വര! അയാൾ അല്പം ഉറക്കെ നിലവിളിച്ചതും അയൽപക്കത്തെ വീട്ടിൽ എവിടെയോ നുണ പറയാൻ പോയിരുന്ന അയാളുടെ ഭാര്യ ഓടിപ്പാഞ്ഞു വന്നു. എന്താ മനുഷ്യ, ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അവരുടെ ചോദ്യം കേട്ടതും അയാൾ രൂക്ഷമായി നോക്കിക്കൊണ്ട് കയ്യിലുണ്ടായിരുന്ന പേപ്പർ അവർക്ക് നേരെ നീട്ടി. തുറന്നു കിടക്കുന്ന അലമാരയും ഭർത്താവിൻ്റെ മുഖഭാവവും കത്തും കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായവർ വിറയ്ക്കുന്ന കൈകളോടെ അത് കയ്യിലേക്ക് വാങ്ങി. അച്ഛനും അമ്മയ്ക്കും, ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആളുടെ ഒപ്പം പോവുകയാണ്. എൻ്റെ പിന്നാലെ തിരഞ്ഞു വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കായി കരുതിയ സ്വർണവും ഞാൻ കൊണ്ടുപോകുന്നു. ആ കത്ത് അറിയാതെ തന്നെ അവരുടെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. മകൾ അവൾക്കിഷ്ടപ്പെട്ട ആളുടെ ഒപ്പമാണല്ലോ എന്നോർത്ത് അവർ സമാധാനിക്കാൻ ശ്രമിച്ചുവെങ്കിലും വൈകുന്നേരം അവൾ ആരുടെ ഒപ്പമാണ് പോയത് എന്ന് അറിയുന്നത് വരെ ആ സമാധാനം നിലനിന്നുള്ളൂ. കള്ളും കഞ്ചാവുമായി നടക്കുന്ന ഒരുത്തൻ്റെ ഒപ്പമാണ് മകൾ പോയിരിക്കുന്നത്, അതും സ്വർണവുമായി. മകളുടെ ഭാവിയുടെ കാര്യത്തിൽ ആ മാതാപിതാക്കൾക്ക് ഏകദേശ ധാരണ കിട്ടി. സ്വന്തം സഹോദരിയുടെ മകൾ ദുഷിച്ചു കാണാൻ ആഗ്രഹിച്ച തനിക്ക് തൻ്റെ മകൾ കൺമുന്നിൽ നരകിക്കുന്നത് കാണാനായിരിക്കും വിധി എന്ന് അയാൾ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. ആദ്യമായി ചെയ്ത തെറ്റിൽ അയാൾക്ക് പശ്ചാത്താപം തോന്നി. കെട്ടട്ടെ? താലി കയ്യിലെടുത്തുകൊണ്ട് പ്രവീൺ സ്വരം താഴ്ത്തി മെല്ലെ ചോദിച്ചതും ധനലക്ഷ്മി ഒന്ന് കണ്ണുരുട്ടിയത് അല്ലാതെ ഒന്നും പറഞ്ഞില്ല. എങ്കിലും അവളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നതുപോലെ അവന് തോന്നി. അത് തൻ്റെ തോന്നലാണോ എന്നും മനസ്സിലായില്ല. താലി കെട്ടി കഴിഞ്ഞപ്പോഴാണ് അവൻ ആശ്വാസമായത്. വരുൺ പറഞ്ഞതുപോലെയെങ്ങാനും അവൾ തന്നെ നാണം കെടുത്താൻ വിവാഹത്തിന് സമ്മതിച്ചതാണോ എന്ന ഭയമുണ്ടായിരുന്നു. താലി കെട്ടുന്നതുവരെയും ആ ഭയം ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പാർവതി തന്നെയാണ് പിന്നിൽ നിന്നും താലി മുറുക്കാൻ സഹായിച്ചത്. അവരുടെ അച്ഛനും അമ്മയും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം താഴത്തെ നിരയിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. പോകാൻ സമയം കാറിലേക്ക് കയറുമ്പോൾ പാറ പോലെ ഇരുന്നവളെ അവൻ സൂക്ഷിച്ചു നോക്കി. കരയുന്നില്ലേ? അവൻ അവളെ കളിയാക്കും പോലെ ചോദിച്ചു. അതിന് രൂക്ഷമായ ഒരു നോട്ടമാണ് മറുപടിയായി കിട്ടിയത്. നിലവിളക്ക് നൽകി പാർവതി ധനലക്ഷ്മിയെ സ്വീകരിക്കുമ്പോൾ പ്രവീണിൻ്റെ അമ്മയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നിലവിളക്ക് കയ്യിലേക്ക് വാങ്ങുമ്പോൾ ധനലക്ഷ്മി പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആൾ. അവളുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങിയാണ് താൻ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അവൾക്ക് ഒന്ന് ചിരിക്കാൻ തോന്നി. തൻ്റെ കുഞ്ഞുമായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു പാർത്തി. വിവാഹം കഴിഞ്ഞ് ക്ഷീണത്തിൽ ഉറങ്ങുന്ന മന്ത്രിയെ ശല്യം ചെയ്യരുത് എന്നതാണ് ഉദ്ദേശം. ഇടയ്ക്ക് അവൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. എന്നെ വിളിക്കാമായിരുന്നില്ലേ? ചോദിച്ചുകൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റു. ഇനി നമുക്ക് താഴേക്ക് പോയി ആഹാരം കഴിച്ചിട്ട് വരാം. ഇരുവരും താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ആഹാരം കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ധനലക്ഷ്മിയുടെ വിവാഹം താൻ വിചാരിച്ച അത്രയും ആഡംബരത്തിൽ നടത്താൻ കഴിയാത്തതിൻ്റെ ദേഷ്യം ശ്രീലതയ്ക്കുണ്ട്. എന്നാൽ ജ്വല്ലറിയിൽ നിന്ന് ആവശ്യത്തിലധികം സ്വർണം ആൾക്ക് നൽകിയിരുന്നു. മറ്റ് ആഡംബരങ്ങളൊന്നും വേണ്ട എന്നത് ധനലക്ഷ്മിയുടെ തന്നെ തീരുമാനവും. എന്നാലും എൻ്റെ കൊച്ചിന് ഇങ്ങനൊരു ഗതി ഉണ്ടായല്ലോ. ഒരു ഡോക്ടറെയോ എഞ്ചിനീയറെയോ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു എനിക്ക്. അവരുടെ വാക്കുകൾ കേട്ടതും സരസ്വതി അമ്മ ദേഷ്യത്തോടെ നോക്കി. കൊച്ചിൻ്റെ വിവാഹം നടന്ന ദിവസമായിട്ട് എരണക്കേട് പറയാതെ നീ എഴുന്നേറ്റ് പോയേ. നല്ലൊരു ജോലിയുണ്ടവന്, സൗന്ദര്യവും സ്വഭാവ ഗുണവുമുണ്ട്. നിൻ്റെയൊക്കെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവൻ ഇതിനേക്കാൾ നല്ല കുട്ടിയെ കിട്ടുമായിരുന്നു എന്ന് വേണം കരുതാൻ. അതേസമയം ആഹാരം കഴിക്കുകയായിരുന്നു പ്രവീണും ധനലക്ഷ്മിയും. വിവാഹ ദിവസമായതുകൊണ്ട് തന്നെ പാർവതിയും ജയനും അവിടെയുണ്ട്. രാവിലെ തന്നെ അവർ പോവുകയും ചെയ്യും. പാർവതിയുടെ കുഞ്ഞ് നിലത്ത് ഇരുന്ന് കളിക്കുന്നുണ്ട്. ധനലക്ഷ്മിയുടെ നോട്ടം പോകുന്നതും അങ്ങോട്ട് തന്നെയാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്തു ചെയ്യണം എന്ന മട്ടിൽ അവൾ അവിടെ നിൽപ്പായി. പ്രവീണിൻ്റെയും ധനലക്ഷ്മിയുടെയും അകൽച്ച അറിയാവുന്നതിനാൽ തന്നെ അവളെ സെറ്റ് സാരി ഉടുപ്പിക്കാനുള്ള സാഹസത്തിന് ഒന്നും പാർവതി മുതിർന്നില്ല. എങ്കിലും പോകാൻ നേരം ഒരു ഗ്ലാസ് പാല് അവൾ ധനലക്ഷ്മിക്ക് നേരെ നീട്ടി.